നമസ്കാരം, കെ കെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രകാശൻ. ഇത് നമ്മുടെ എഴുത്തുള്ള എത്ര ടിക്കറ്റ് ഉണ്ട്? പ്രകാശന് പറയാനുള്ള ഇത് രണ്ട് സെയിം എന്നാ എൻ്റെ കൊണ്ട് പോകണം. എന്നാ പോകണം ഒരു ഫസ്റ്റ് കിട്ടിയാൽ ഒരു കോടി കിട്ടിയാൽ മതി. ഇത്രയും പൈസ പോയ സ്ഥിതിക്ക് ഒരു കോടി കിട്ടിയാൽ എനിക്ക് സന്തോഷമാണ്. അത്രയും എൻ്റെ ആഗ്രഹമുള്ളൂ. ഒരു കോടി വേണം. ഒരു കോടി ചില ആളിപ്പം സെയിം എടുക്കുന്നുണ്ട്. ഇന്ത്യക്കാർക്കും സെയിമിലിപ്പം എത്ര കിട്ടും മണി ഫസ്റ്റ് അല്ലേ? സെയിമിലും ഉണ്ട്. പ്രകാശ്, ഇത് എത്ര ടിക്കറ്റ് ഉണ്ട് പ്രകാശ? ഇതിപ്പം പിന്നെ 24 ടിക്കറ്റ്. 24 ഇൻറ്റു എത്രയാണ്? ഇപ്പം 50 റുപ്യാന്നോ അല്ല 40? 50 രൂപ ടിക്കറ്റ്. പിന്നെ 1200. 24 ഇൻറ്റു 50 അല്ലേ? 1420. 1200 റുപ്യ ടിക്കറ്റ് ഇന്നെടുത്തു. ഇന്നത്തെ ദിവസത്തെയാണ്. അപ്പോൾ ഇന്നലെ എടുത്ത ഈ ടിക്കറ്റ് ഇന്നലെ വൈകുന്നേരം പിന്നെ തളിപ്പം. അപ്പോൾ 1200 റുപ്യക്ക് ഇന്നലെ എത്ര റുപ്യ പണിയെടുത്തു? ഇന്നലെ പിന്നെ 2000 രൂപ പണിയെടുത്തു. 2000 റുപ്യ കല്ലിന് പണിയാ? എന്നാ കയറ്റാൻ മേല. അതായത് പ്രകാശന് ഈ പൈസ ഇടുന്നതെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഈ ടിക്കറ്റ് എടുക്കുന്നത് ദിവസം ഞാൻ 2000 3000 അല്ല പിന്നെ 500 200 400 വർഷം കല്ലേറ്റു. രാവിലെ പോകും, 200 വർഷം കല്ലേറ്റു, 200 300 വർഷം ഒരു കല്ലിന് 10 രൂപ കിട്ടും. അപ്പോൾ എൻ്റെ ഈ വിവരമില്ലാത്ത ഈ ആൾക്കാരെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാപ്പിക്കണം. ഈ പ്രകാശന്റെ എന്താണ് ശക്തി എന്ന് ആർക്കും അറിയില്ല. ഒരു ലോക്കലാണെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. കല്ലിന്റെ ഇന്ത്യക്കാർക്ക് എടുക്കും. അവർക്ക് എടുക്കാൻ പറ്റില്ല. രാവിലെ 6 മണിക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 11 മണിയാകുമ്പോൾ ഞാൻ 300 വർഷം കല്ല് 2 നില കയറ്റും. ചില ആൾക്കൊന്നും കയറ്റാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മദ്യമാകുന്നില്ല, അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് ആരോഗ്യം സ്ട്രോങ്ങാണ്. അതുകൊണ്ട് അല്ല, ഈ ആരോഗ്യം ഇല്ലാത്തോളല്ലേ ഇതിൽ കല്ലെല്ലാം കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇത് ലോട്ടറി അടിച്ചിട്ട് വേണം രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ടാ. ഇപ്പം കുറച്ചേ എടുക്കല്ലോ. ഇപ്പം ഞാൻ സെയിം എടുക്കില്ല. അതിലെന്തെങ്കിലും ഒരു പ്രൈസ് വീണെന്നുള്ളൊരു ആഗ്രഹമാണ്. അല്ല, ഈ സെയിം എടുത്തോണ്ടെന്നാ ഈ 12 കിട്ടിയാലും കിട്ടിയാലും 12 5000 അല്ലെങ്കിൽ ഒരു സെയിം ഒരു ഫസ്റ്റ് വീണാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് വീണാലും എത്രയാണ് കിട്ടുക? ഒരു കോടി അടിച്ചാൽ അതിന് 50 കിട്ടുള്ളൂ. 50 കിട്ടിയാലും മതി. 50 കൊണ്ട് നമ്മളെ പ്രശ്നമെല്ലാം തീരുവാ. അതേ കൊണ്ട് അത്രേ കൊണ്ട്. എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? അല്ല, ഒരു 50 കിട്ടിയാൽ എൻ്റെ ഒരു പന്നൊരു നല്ലൊരു ചെറിയ ഒരു ഓട്ട് വീടെടുക്കാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ 2000 റുപ്യ പണിയെടുക്കുന്നില്ലേ? എല്ലാ ദിവസവും ഒരു 1000 റുപ്യ മാറ്റി. അതൊന്നും നോക്കണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾക്ക് ഒരു 1000 റുപ്യ എല്ലാ ദിവസവും ബാങ്കിലിടാൻ പറ്റുമോ? ബാങ്കിലുണ്ട്, പക്ഷേ ഇത് ശീലിച്ചു പോയി. ഇപ്പം അല്ല, 365 ദിവസം നിങ്ങൾ 1000 റുപ്യ ഇട്ടാൽ എത്ര റുപ്യ ആവുമെന്നറിയാം? എത്രയാവും പറഞ്ഞട്ടെ. അന്നേ ലോട്ടറി കണക്ക് കുറവന്ന്. ഞാൻ സ്കൂളിൽ പോകാതുകൊണ്ടാണ് ഈ പ്രശ്നം. അതുകൊണ്ട് നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എത്ര ടിക്കറ്റ് കുറച്ചെടുക്കാൻ പറ്റുമോ അത്രയും നോക്കണം. ഭാഗ്യം ഉണ്ടെങ്കിൽ 4 നമ്പർ കിട്ടൂലേ? പക്ഷെ പരീക്ഷിക്കുക തന്നെ. ഇപ്പം ഇനിയും പരീക്ഷിക്കും കിട്ടുന്നവരെ എടുക്കും എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ ഇപ്പം 12 ഇൻറ്റു 50 1200 റുപ്യ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ട് അടിക്കുന്നുള്ള. അതെ. അപ്പോൾ ഇത് 43 53 ഇത് അടിച്ചിട്ട് 51 15. ഇത് ഇന്നത്തെ ടിക്കറ്റാണല്ലേ? ഓക്കെ. പിന്നെ വേറെ എന്നാ നിങ്ങളെ പ്രകാശനെ പറ്റിയിട്ട് ഈ കാവ്യമാധവൻ ചേർത്തിട്ട് പറയുന്നതിൻ്റെ അല്ല, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. കാവ്യമാധവനെ പറ്റി എന്ന് വെച്ചാൽ മീശമാധവൻ കാണും. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പിന്നെ മീശമാധവൻ കാണുമ്പോൾ അവളോട് നമുക്ക് നല്ലൊരു പ്രേമ സ്നേഹങ്ങൾ ഉണ്ടായി. അത് ഒരു കാലത്ത് അത് ഇവിടുത്തെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടില്ലേ? പറഞ്ഞു ഫോട്ടോ കണ്ടിട്ട് കല്യാണം പിന്നെ കഴിക്കാൻ എനിക്കൊരു ചെറിയ പ്രായത്തിൽ അമ്പലത്തിൽ പോയി പൂജ കഴിച്ചു. അതിന് ഒരു പ്രേമല്ല, ഓളോടുള്ള ഒരു ആരാധന അല്ലാണ്ട് അവളെ നമുക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. നടിയായി കാണുന്നൊരു ആഗ്രഹം ഉണ്ടായി. പിന്നെ ദിലീപിന്റെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. പിന്നെ ദിലീപ് ഇങ്ങനെ ഇടക്ക് പോയിട്ട് അവളെ പ്രേമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനെനിക്കിതില്ല. പക്ഷെ ഓള് നല്ല നിലയിലുണ്ടെങ്കിൽ ഇപ്പം നല്ല പേര് കേട്ടോ നടി. അല്ല, ഇപ്പം മോശമൊന്നുമില്ലല്ലോ. ഇപ്പം നല്ല നടിയാണ്. പക്ഷെ എന്നാലും നല്ല ഒരു വില കിട്ടണം. അതുകൊണ്ട് കളഞ്ഞു. അതിലെപ്പോഴും ഇപ്പം പിന്നെ ചില ആൾ കാവ്യമാധവൻ വന്ന് ഇടുന്നു. അതിന് ഞാൻ ഉത്തരവാദിയല്ല. അതെ, പ്രകാശിന്റെ പേര് ചേർത്തിട്ട് ഇങ്ങനെ ആൾക്കാർ കാവ്യമാധവൻ എന്ന് വിളിക്കുന്നതൊന്നും നിങ്ങൾ ഉത്തരവാദിയല്ല അല്ലേ? നിങ്ങൾക്ക് ഇതാണ് പറയാനുള്ളത്. പൊതുവെ എനിക്ക് ഇത്രേ പറയാനുള്ളത്. മരണം വരെ എനിക്ക് ഒരു ലോട്ടറി പ്രൈസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മുഖ്യമന്ത്രി നമ്മളെ മുഖ്യമന്ത്രി നമ്മളെ ലോട്ടറിന്റെ ഏത് മന്ത്രി പറയല്ലേ? ഏത് മന്ത്രി? പ്രശാന്ത് രാജഗോപാലിന് നമ്മുടെ മുഖ്യമന്ത്രിക്കും ഞാനൊരു അപേക്ഷ പറഞ്ഞു. എന്തെങ്കിലും ലോട്ടറിയിൽ പ്രൈസ് വേണം. പിന്നെ ആള് ചിലത് കാവ്യമാധവ അതിൽ ഞാൻ ഉത്തരവാദില്ല. എൻ്റെ ടച്ച് ഫോണില്ല, സാധാ ഫോണാണ്. പക്ഷെ എല്ലാവർക്കും ലോട്ടറി നമുക്ക് കേരളത്തിൽ ഒരു 3-4 കോടി ജനങ്ങളുണ്ട്. എല്ലാവർക്കും ലോട്ടറി അടിപ്പിക്കാൻ പറ്റുമോ? 4 കോടി ജനങ്ങൾ പോലല്ല ഞാൻ. എല്ലാവരും കള്ളുപിടിച്ച് തീർക്കും. ഞാൻ പിന്നെ ലോട്ടറി അടിച്ചാൽ കള്ളുപിടിക്കാനോ വെള്ളടിക്കാനോ അല്ല. ഞാനിങ്ങനെ കഠിനമായിട്ടുള്ള കല്ല് പണിയെടുത്തിട്ട് 2,000 രൂപ പണിയെടുക്കും. അല്ല, ഇനി മുതൽ ഒരു കാര്യം ചെയ്യുമോ? ഞാൻ ഒരു 1000 റുപ്യ മാറ്റി വെച്ചിട്ട് ബാങ്കിലിടാൻ ശ്രമിക്കുക. ബാങ്കിലുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? അക്കൗണ്ട് ഉണ്ട്. നമ്മളെ പാർട്ടിന്റെ ആളാണ്. ഞാൻ പാർട്ടിന്റെ വെല്ലാണ്. പാർട്ടിയിൽ ഞാൻ മാറൂല. എന്തായാലും പാർട്ടിയിൽ നമ്മത് ഇടതുപക്ഷാന്നും ഇടതുപക്ഷം അതൊക്കെ അത് അതൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പാർട്ടി ഞാൻ നമ്മളെ മുഖ്യമന്ത്രിയൊന്നും കുറ്റം പറയില്ല, മറ്റേ മന്ത്രിയും കുറ്റം പറയില്ല. പക്ഷെ എന്നാലും ഈ മുഖ്യമന്ത്രി അറിഞ്ഞ പൊതുവെ ഈ ലോട്ടറിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം. എന്തെങ്കിലും ഒരു പ്രൈസ് 5000 വെച്ചിട്ട് കൊടുക്കണം. അത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ ഇതിനൊക്കെ ഒരു കോടി കിട്ടുന്നില്ല പ്രതീക്ഷയില്ല. വലിയ പൈസ കിട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓടിട്ട വീടും നല്ലൊരു ചെറിയ കിണറും എടുത്തു കൊടുക്കുന്നില്ല ആഗ്രഹം. ഓടിട്ട വീട് ഇപ്പം ഒരു സിവിൽ കോൺട്രാക്ടറോട് പറയുമ്പോൾ പ്രകാശ് ഒരു സിവിൽ കോൺട്രാക്ടറാണ്. അപ്പോൾ ഒരു ഓടിട്ട വീട് എടുക്കുന്ന 10-20,000 രൂപ ഉണ്ടോ? 20-30,000 രൂപ ഉണ്ടോ?
5 സെന്റ് സ്ഥലം മേടിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു നല്ലൊരു ചെറിയൊരു വീട് ഓക്കെ, അങ്ങനെയാണ് ആഗ്രഹം. അങ്ങനെ ആഗ്രഹം. അത് ഈ ആഗ്രഹം കൊണ്ടു നടക്കാൻ തുടങ്ങി എത്ര നാളെ? ഇത് കൊണ്ടു നടക്കാൻ ഇങ്ങോട്ട് ഒരു 10-20 കൊല്ലായി. 20 കൊല്ലം. 20 × 361 കണക്കൂട്ടാം, അപ്പം നമുക്ക് കണക്കൂട്ടാം. അത്രേ ഉള്ളൂ. ആ കണക്കിലേ ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റേ കാവ്യമാധവൻ അല്ല, ഇനി മുതൽ നമുക്ക് എത്ര, ഇനി ഒരു 10 കൊല്ലം കൂടി ഇതുപോലെ ജീവിക്കാൻ പറ്റുമോ? 10 കൊല്ലം ജീവൻ കഴിയുന്നുണ്ട്. 10 കൊല്ലത്തിൽ 3650 ദിവസമുണ്ട്. ഈ 3650 ദിവസം 1000 രൂപ വെച്ചിട്ട് മാറ്റി വെക്കാൻ പറ്റുമോ? നോക്കട്ടെ, ഞാൻ പറ്റിയെങ്കിൽ ഞാൻ നോക്കാം. പക്ഷേ എനിക്ക് കൂടുതൽ ഇല്ല, 3650 ഞാൻ പറയുന്നത് ഈ 3650 ഞാൻ 3650 ദിവസം ഉണ്ട് എന്ന് വിചാരിച്ചോ. ഒരു 1000 രൂപ മാറ്റി വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? മക്കാമില്ല, ഞാൻ അവർക്ക് അല്ല, ആ പൈസ കൊണ്ട് ഈ വീടും ഇതെല്ലാം ചെയ്യാൻ പറ്റും. അല്ല, അതിലേക്ക് ഞാൻ മനസ്സ് സമ്മതിക്കില്ല. അതാണ് മനസ്സങ്ങനെ. അല്ലല്ല, അങ്ങനെ ആയിപ്പോൾ നമുക്ക് മാറ്റം വരുത്തണ്ടേ? സമൂലമായ മാറ്റമാണല്ലോ എല്ലായിടത്തും ആവശ്യം. എനിവേ, ഇത് 43 53 51 15 ഈ 4 നമ്പറിലാണ് പ്രതീക്ഷ. പക്ഷെ ഞാൻ എടുക്കുന്നത് പഴയങ്ങാടി തമ്പുരാൻ, പിന്നെ കൽപ്പുറമ്പ് തമ്പുരാൻ. ഈ പഴയങ്ങാടി തമ്പുരാനെ ഞാൻ എടുക്കില്ലോ. അത് ഇതുവരെ അടിക്കാതെ പിന്നെ ആടെ പോയി എടുക്കുന്നു. പിന്നെ വീണ്ടും ഭാഗ്യമുണ്ടെങ്കിൽ ആടെ പഠിക്കുമല്ലോ. എൻ്റെ വിശ്വാസമാണ്. എനിക്ക് ആണെന്നിടത്തല്ലേ തൃപ്തിയാവുള്ളൂ. അപ്പോൾ എനിക്ക് കാവ്യമാണ്. അപ്പോൾ തമ്പുരാൻ ഏജൻസീസ് നിങ്ങൾ വളരെയധികം അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഭയങ്കര ബന്ധമാണ്. ആയിക്കോട്ടെ. എടുക്കല്. അതുകൊണ്ട് ഈ കാവ്യമാനം എന്ന് പറഞ്ഞത് ഞാൻ ഉത്തരവാദില്ല. ഇത് ലോട്ടറി ആയിട്ട് എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, പ്രശ്നമില്ല അല്ലേ? ടച്ച് ഫോണായിട്ടൊന്നും സാധാരണ ഈ പ്രകാശിന്റെ കയ്യിലുള്ളത് ഈ സാധാരണ ഒരു ഫീച്ചർ ഫോണാണ്. ഇത് കണ്ടില്ല? എനിക്ക് കൂടുതൽ ഞാൻ 1ാം ക്ലാസ്സിൽ 3 കൊല്ലം അതെ, വിദ്യാഭ്യാസമില്ല. വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷെ അത് വെച്ചിട്ട് ആൾക്കാർ പിന്നെ ഏത് തരം മുതലെടുക്കുന്ന തരത്തിലുള്ള കാവ്യമാധവൻ കുടുംബമായി ജീവിക്കുന്നതാണ് ദിലീപും കാവ്യമാധവൻ. അതിലെനിക്ക് അവർക്ക് എനിക്ക് സന്തോഷമില്ല. അതിന്റെ പേരിൽ ഞാൻ കാവ്യമാധവൻ പ്രകാശം പ്രേമിക്കുന്ന അത് ഇടുന്നത് എനിക്ക് ശരിയല്ല. അതിന്റെ മനസ്സ് ഞാൻ അതിന് മാപ്പ് അതിൽ ഞാൻ സോറി പറഞ്ഞു. നിങ്ങൾ ഇടാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു. താങ്ക് യു. പറഞ്ഞുകൊണ്ട് താങ്ക് യു.